ടേസ്റ്റിയാണ്. നല്ല മാമ്പഴം നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിലെയൊക്കെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ അവരതിൻ്റെ മാങ്ങാണ്ടിക്ക് വേണ്ടി വരുന്നൊരു കാഴ്ച സ്ഥിരമായിരുന്നു. അങ്ങനെ കൊടുക്കുമായിരുന്നു. ആം, നല്ല വലിപ്പത്തിലായിരുന്നു മാങ്ങ. നല്ല മധുരമാണ്. അത് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് മാങ്ങ. സേലം മാങ്ങയാണ്. സേലം മാങ്ങ, സേലം. അതേപോലെ തന്നെ ഇതിന്റെ കറി ഈ വെക്കാനായി സേലം മാങ്ങയുടെ അണ്ടി കുടിച്ചിട്ട് അങ്ങനെ അല്ല ഇത് ഒട്ടുമാവായിട്ട് തന്നെ ബഡ് ചെയ്ത് വന്നത് തന്നെയാണ്. ബഡ് തൈയാണ്. അതെ അതെ അതെ. ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് പള്ളികുന്നം. സർ നമസ്കാരം. അപ്പം മാവ് നമ്മുടെ മനസ്സിൽ, മലയാളിയുടെ മനസ്സിൽ മാവ് മാമ്പൂ എന്നൊക്കെ കേൾക്കുമ്പോൾ വൈലോപ്പള്ളിയുടെ ആ കവിതയാണ് ഓർമ്മ വരുന്നത്. സാറിന്റെ കുട്ടിക്കാലത്തിന്റെ മധുരകരമായ ഒരുപാട് ഓർമ്മകളുണ്ട്. സാറ് കണ്ടില്ലേ ഇതിന്റെ കൊമ്പിൽ കയറിയിരിക്കുകയും ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലായാലും സാറിന് ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തിരക്ക് സമയങ്ങളിൽ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ മാവിന്റെ ചുവട്ടി വന്നിരിക്കുകയും ഇതുമായിട്ടൊരു നമുക്കറിയാൻ വയ്യാത്ത ഭാഷയിൽ നമുക്ക് പ്രകൃതിയിലെ പലതുമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കഥകൾ സാറിന് ഈ മാവിനെ കുറിച്ച് പറയാനുണ്ട് ഇല്ലേ? മധുരിക്കുന്ന ഓർമ്മകളുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ. ഈ മാവിന്റെ വിശേഷങ്ങൾ, ഇതിന്റെ പ്രത്യേകതകൾ, ഇതിനെന്തെല്ലാം വളം ചെയ്യുന്നു, ജലസേചനം എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന്റെ പിന്നെ എത്ര വർഷങ്ങളായി, ഏതെല്ലാം രീതി, ഓൾ സീസൺ മാവാണ്. അതിന്റെ എല്ലാം വിശദമായ പിന്നെ വിവരണത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എൻ്റെ പേര് സജു കുരുവിള എന്നാണ്. ചെന്നിത്തല കാരായ്മയാണ് താമസം. മാന്നാറ് മാവേലിക്കര റൂട്ടിലാണ്. ഒരു 50 വർഷത്തോളം പഴക്കം ഈ മാവിനുണ്ട്. ഈ മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല ഐശ്വര്യമുള്ളൊരു മാവാണ്. കാരണം എൻ്റെ ചെറുപ്പം നാളിൽ തൊട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോഴേ ധാരാളം ആളുകൾ ഇതിൻ്റെ മാങ്ങാണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും, കാരണം ഇത് വലിയ നല്ല ടേസ്റ്റാണ്. പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്. ഇത് സേലം മാങ്ങയാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഈ ഇലകളൊക്കെ ഈ കാണുന്നത് പോലെ അല്ല. ഈ പ്രാവശ്യം ഇച്ചിരി കായ്കൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇല കാണാൻ പറ്റാത്ത രീതിയിലാണ് ശരിക്കും എല്ലാ വർഷവും കായ്ക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു ഫലം തരുന്ന ഒരു മാവാണ്. അതേപോലെ തന്നെ ഇപ്പം വളരെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ അകത്തോട്ട് ഇത് പടർന്ന് പന്തലിച്ചത് കൊണ്ടാണ് ഇതിന്റെ ശിഖരങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പല ആളുകളും ഇതിന്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ വന്ന് ഫാമിലി ആയിട്ടൊക്കെ ഇതിന്റെ ചെവിളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ഒരു മാവാണ്. കാരണം ധാരാളം പേര് വന്നിട്ട് ഇതിന്റെ മാങ്ങ പറിച്ചുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ പഴുപ്പിക്കാൻ മാത്രമല്ല നമ്മളെ കടുമാങ്ങയൊക്കെ വെക്കാനായിട്ടും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഫലം വേണം എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. നമ്മൾ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ഒരു മാന്നാർ മാവേലിക്കര റൂട്ടിൽ വരുന്നിടത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീടിൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു മാവ് ഇതേപോലെ തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് അറിവ്. കാരണം മറ്റെങ്കിലും ഇതുപോലെ കണ്ടിട്ടില്ല. നേരത്തെ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ആ തിരക്കകത്തോട്ട് തന്നെ വരുന്നത് കൊണ്ടാണ് നമ്മളത് കുറച്ച് ഭാഗം കട്ട് ചെയ്തത്. അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇതേപോലെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മാവേലൊക്കെ വലിച്ച് കയറി ഇരിക്കും. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇത്തലായിരുന്നു എപ്പോഴും ഫുൾ ടൈം. ഇരിക്കുമ്പോൾ സാറിന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നില്ല? തീർച്ചയായിട്ടും വലിയ സന്തോഷം ഉണ്ടാവും. ഇപ്പോഴും പല ആളുകളും വന്നു കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ തുടക്കകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുകൂടി ചെറുപ്പമായിരുന്നല്ലോ ഇത്. അപ്പോൾ ഇത് പടർന്ന് പന്തലിച്ച് കഴിക്കുമ്പോഴേ ഈ ഫാമിലി കല്യാണ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. നമ്മളോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇത് ചവിട്ടി നിന്ന് എടുത്തോട്ടെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. നമ്മളതിനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ധാരാളം പേരുടെ ജീവിതത്തിലും ഇത് ഫോട്ടോയിലായിട്ടുണ്ട്. ഒരു ഗ്രഹാതുരത്വം ഉണർത്തുന്ന അതെ ഓർമ്മകൾ ഒത്തിരിയാണ്. പക്ഷെ ആ കാലങ്ങളിലൊക്കെ ഈ ചെറിയ പ്രായത്തിൽ ഇത് ഇരിക്കുമ്പോൾ ഇത്രയൊന്നും കായ്ക്കത്തില്ലായിരുന്നു. ഒരു 10-50 മാങ്ങയുള്ളായിരുന്നു ആ കാലത്തൊക്കെ, തുടക്കകാലത്ത് ഇത് പൂത്ത് വരുന്നതാണ്. പക്ഷെ അത് വലിയ വലുപ്പമായിരുന്നു. സാറിന്റെ 50 വർഷം എന്ന് പറയുമ്പോൾ സാറിന്റെ കുട്ടിക്കാലമാണല്ലോ. എന്റെ കുട്ടിക്കാലം. അന്നത്തെ ഓർമ്മകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓർമ്മകള് ഇവിടെയുള്ള അടുത്തുള്ള കുട്ടികളൊക്കെ അന്ന് കളിക്കാൻ വരുമ്പോ ഇതിന്റെ മുകളിലാണ് എല്ലാവരും. ഇപ്പോഴും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തലൊക്കെ ചാടി കയറി. കാരണം നല്ലവണ്ണം കയറി നടക്കാമല്ലോ.
നല്ല ചെറുപ്പത്തിലൊക്കെ എൻ്റെ ജ്യേഷ്ഠന്റെ മക്കളൊക്കെ ഇത്തരം ഊഞ്ഞാലൊക്കെ കെട്ടി അതിന്റെ ശീലം അങ്ങോട്ടുണ്ടായിരുന്നു. ആ, ആ. ആ സമയത്തൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടി ആടുകയൊക്കെ ചെയ്യാമായിരുന്നു. മധുരിക്കുന്ന ഓർമ്മകളാണ്. അതെ 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 അതെ. സാറേ, നമ്മുടെ ഈ വീടിന്റെ മുറ്റങ്ങളിലെ ആ ഈ മാവ് നടുന്നതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? നല്ലതല്ലേ, ഉം. കാരണം നല്ല അന്തരീക്ഷം, നല്ല തണുപ്പുണ്ട്, ഒരു പോസിറ്റീവ് പോസിറ്റീവ് എനർജി, നല്ല രീതിയിൽ ഇവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. സന്തോഷം തരും. അതെ അതുപോലെ ഇതിന്റെ എത്ര മധുരമുള്ള മാമ്പഴമാ തരുന്നതില്ലേ? അതെ 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 അല്ലേ? അതെ അതെ അതെ. അതുപോലെ ഞാൻ കണ്ട അതേപോലെ അണ്ണാറക്കണ്ണനും തന്നെ എല്ലാം ഓടിക്കളഞ്ഞു. വേറെ കാര്യം, ഇത് എല്ലാ സീസണിലും കായ്ക്കും എന്നുള്ളതല്ല, അത് ഈ സീസണിൽ മാത്രമല്ല, എപ്പോഴും മാങ്ങ കാണും, എപ്പോഴും എപ്പോഴും കാണും. ഓൾ സീസൺ മാവാണ്. ആ എവിടെയെങ്കിലുമൊക്കെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് മാങ്ങ കാണും. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മാങ്ങ എല്ലാ സമയത്തും കാണും. എല്ലാ സമയത്തും കാണും, എല്ലാ സമയത്തും അത്യാവശ്യം എപ്പോഴും കാണും, ഉം. സീസണിൽ മാത്രമല്ല. ഏകദേശം ഒരു മാങ്ങ ഒരു 100-300 ഗ്രാമെങ്കിലും വലിപ്പം വരും അല്ലേ? അതെ അതെ വരും ഇപ്പോഴത്തെ വരും വരും. ഒരു 4 മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കിലോ കൂടും. ആ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 1 കിലോ, ഒരു 3/4 കിലോ കാണുമായിരുന്നു എന്റെ ചെറുപ്പത്തിലൊക്കെ. നല്ല ഉം. മുട്ടൻ മാങ്ങയാണ്. അപ്പൊ ഇത് ഫാദർ പഴിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ ചേട്ടനോട് ഞങ്ങൾക്ക് ഓരോന്ന് തരും. അതൊരു നല്ല രീതിയിൽ ഈ കഴിക്കാനുണ്ട്. അന്ന് പഴുക്കുമ്പോ തന്നെ മാങ്ങാണ്ട് തീരെ ചെറുതാ, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് മാംസം തന്നെയാണ്. ആ. മാങ്ങാണ്ട് തീരെ ഇല്ല, ചെറുതാണ്, നീളത്തിൽ ഇങ്ങനെ പോവും, തീരെ കനക്കുറവാ. ഈ പഴുക്കുന്ന സമയത്ത് പുറന്തോലി നല്ല എന്ത് നിറമാവും സാർ? നല്ല കളറാണ്, ഒരു ചുമലയല്ല, ഒരു മഞ്ഞ അല്ലാത്തൊരു നല്ല നല്ല രസമുള്ള രസമുള്ള കളർ അല്ലേ? നല്ല അട്രാക്റ്റീവ് ആണ് കാണാൻ. അത് ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു മാങ്ങ മൊത്തം കഴിക്കാൻ പറ്റത്തില്ല, അതുപോലെ വലിപ്പമായിരുന്നു. വലിപ്പമായിരുന്നു അല്ലേ? അതുപോലെ രുചിയോ? അതുപോലെ രുചിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇത് ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ലോപിച്ച് എന്നാലും ആ, ചില മാങ്ങയ്ക്കൊക്കെ നല്ല വലിപ്പമുണ്ട്, ചിലതിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല വലിപ്പമാണ്. സാർ, ഇതിന്റെ ഈ ചില ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മുടെ ഈ മണ്ണിൽ നിന്ന് ഉള്ള വളങ്ങളും ലവണങ്ങളെല്ലാം വലിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ കൊടുക്കുന്നില്ലല്ലോ. ആ അത് ചെയ്തു കഴിഞ്ഞാൽ പഴയതിലും നല്ല പുഷ്ടിയോടുകൂടി മാവ് വളരും. നമ്മൾ ഈ കാണുന്നത് പോലല്ല, ഇപ്പം ഈ പുറമേ കാണുന്നത് പോലല്ല. കാരണം ഇത് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഈ കച്ചവടക്കാർ വന്നിട്ട് മേടിക്കാറുണ്ട്. കാരണം അവർക്ക് ജോലിക്കൂലി കൊടുക്കണ്ട. കാരണം മേടിച്ച് നിർത്തിയിട്ട് താഴെ നിന്ന് സ്ത്രീകൾ സഹിതമാണ് വന്ന് താഴെ നിന്ന് പറിക്കുന്നത്. കാരണം അവരുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഈ ജോലിക്കൂലിയാണ്. അപ്പം അവർക്ക് താഴെ നിന്ന് പറിക്കാവുന്നതുകൊണ്ട് അവർ വന്നിട്ട് നേരത്തെ അഡ്വാൻസ് തന്നിട്ട് പോകും. പക്ഷേ ഇപ്പൊ ഈ കാണുന്ന പോലല്ല. ഇപ്പൊ ഇത്താൽ ഒരു 100-250 കിലോയിലും കാണും, ഈ ഒരു ചെറിയ മാവാണെങ്കിൽ പോലും. ഇതിനകത്ത് നമ്മൾ കാണുന്ന പോലല്ല, ഈ ഇലക്കടയിലെല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ. ഇപ്പം ഒരു 250 കിലോ എങ്കിലും ഇത് കാണും. നമുക്കിത് ഇല നിൽക്കുന്നത് കൊണ്ട് കാണുന്നില്ലെന്നുള്ളൂ, ഉള്ളിലെല്ലാം നല്ലവണ്ണം ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും ചെയ്യാറില്ല. കാരണം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ചെയ്യുന്ന വളമേ ഉള്ളായിരുന്നു. പിന്നീടൊന്നും അത് ചെയ്തിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ വെള്ളമായി കഴിഞ്ഞാലും മഴവെള്ളം മാത്രമാണ്. പ്രത്യേകിച്ച് വളമൊന്നും ഈ അടുത്ത കാലത്തായിട്ടൊന്നും വർഷങ്ങളായിട്ട് ഇതിന് ചെയ്യാറില്ല. അടുത്ത സമയത്തായിട്ടാണ് ഈ ഒരു സാധനം, ഇത് ഒറ്റ പോലെ വന്നിട്ടേ. പക്ഷെ അകത്തോട്ട് നമ്മളത് ഈ ശിഖരം എന്നാൽ വെട്ടിക്കളയാം, അപകടങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി എന്ന് കണ്ട് നോക്കിയപ്പോഴാണ് ഇത് അകത്തോട്ട് പച്ച തന്നെയാണ്, ഈ പുറത്ത് മാത്രമാണ് ഈ പൊറ്റ പോലെ ഇരിക്കുന്നത്. ഏതോ ഒരു രോഗലക്ഷണമാണോ? എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അറിയത്തില്ല. ഇതുപോലെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, ഇത്രയും ഭാഗം. അപ്പോൾ ഇത് റോഡിലോട്ട് കിടക്കുന്നതുകൊണ്ടെങ്കിൽ ഈ കമ്പ് മുറിച്ച് കളയാമെന്ന് കണ്ട് നമ്മൾ ഒരാളിനെ വിളിച്ചിതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അകത്തോട്ട് നല്ല പച്ചപ്പ് തന്നെയാണ്, ഉണങ്ങിയിട്ടില്ല. ഈ കമ്പയിലാണ് ഏറ്റവും കൂടുതൽ ഫലം ഉണ്ടാകുന്നത് റോഡിലോട്ടുള്ളത്. അതുകൊണ്ട് അത് മുറിക്കാൻ സാറിന് മനസ്സില്ല. അതെ അതെ. എന്നാലും അപകടം ഉണ്ടാകട്ടാന്ന് കരുതിയിട്ടേ. കാരണം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെയും വണ്ടിക്കാരുടെ മുകളിലോട്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാനായിട്ട് ഭാവിച്ചത്. വിളഞ്ഞ പരുവത്തിലെ പറിച്ചു വെച്ച് വഴിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്. ഇതിപ്പം ഈ അടുത്ത സമയത്തായിട്ടാണ് ഇത്രയും മാങ്ങ ചെറുതാകാൻ തുടങ്ങിയത്. നേരത്തെയൊക്കെ നല്ല വലിയ നമ്മുടെ ഓമയ്ക്കാട് അത്രയൊക്കെ വലിപ്പം ഉണ്ടായിരുന്നു. കാരണം ഒരു മാങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 കിലോയോളം കാണും ഒരു മാങ്ങ തന്നെ, അത്രയ്ക്ക് വലുതായിരുന്നു. ഈ അടുത്ത സമയത്തായിട്ടാണ് ഇതിങ്ങനെ ചെറിയ രീതിയിലാകാൻ തുടങ്ങിയത്.
നല്ല ടേസ്റ്റിയാണ്. നല്ല മാമ്പഴം നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിലേക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ അവരെ അതിൻ്റെ മാങ്ങാണ്ടിക്ക് വേണ്ടി വരുന്ന ഒരു കാഴ്ച സ്ഥിരമായിരുന്നു. അങ്ങനെ കൊടുക്കുമായിരുന്നു. ആം, നല്ല വലിപ്പത്തിലായിരുന്നു മാങ്ങ. നല്ല മധുരമാണ്. അത് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് മാങ്ങ. സേലം മാങ്ങയാണ് ഇത്. സേലം മാങ്ങ സേലം. അതേപോലെ തന്നെ ഇതിന്റെ കറി ഈ വെക്കാനായി സേലം മാങ്ങയുടെ അണ്ടി കുടിച്ചിട്ട് അങ്ങനെ അല്ല ഇത് ഒട്ടുമാവായിട്ട് തന്നെ ബഡ് ചെയ്ത് വന്നത് തന്നെയാണ്. ബഡ് തൈയാണ്. അതെ അതെ അതെ. നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ കറി വെക്കാനായി കഴിഞ്ഞാലുവേ മറ്റുള്ളവർ പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് മറ്റു മാങ്ങയൊക്കെ വെന്ത് കഴിയുമ്പോൾ അങ്ങ് അരിഞ്ഞു പോകും. ആ. ഇത് നല്ല ഇറച്ചി കഷ്ണം പോലെ തന്നെ കിടക്കും. കിടക്കും. അതുകൊണ്ട് ഒത്തിരി പേര് അതിനും ആവശ്യക്കാരുണ്ട്. പിന്നെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാവിലൊന്നും കയറണ്ട, താഴെ നിന്ന് തന്നെ പറിക്കാം.